പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളുടെ രാജ്ഞിയാണ് എളിമ. ഏറ്റവും പ്രയാസകരവും എന്നാൽ ഉന്നതവുമായ സുഹൃതവുമാണിത്. ഈശോയുടെ എളിമയെക്കുറിച്ച് പൗലോസ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവിടുന്ന് ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. യഥാർത്ഥത്തിൽ എന്താണ് എളിമ? പീലാത്തോസിന്റെ അന്യായമായ വിധി പ്രസ്താവനയുടെ മുൻപിൽ ശാന്തനായി നിൽക്കുന്ന, അടിച്ചവർക്ക് പുറവും താടിവീശ പറിച്ചവർക്ക് കവിളുകളും കാണിച്ചു കൊടുക്കുന്ന ഈശോയുടെ എളിമയെക്കുറിച്ച് ഈ നോമ്പുകാലത്ത് നാം ധ്യാനിക്കുന്നുണ്ട്. പാപത്തിൽ നിന്നും കഴുകി വെടിപ്പാക്കപ്പെട്ട മനുഷ്യാത്മാവിന് പരിശുദ്ധാത്മാവ് തന്നെ ഉപവിയിലേക്ക് നയിക്കുന്ന എളിമയുടെ പൂർണ്ണത വെളിപ്പെടുത്തി കൊടുക്കും. മറ്റുള്ളവർക്ക് മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നതോ, ഞാനൊരു പാവമാണേ, എനിക്ക് കഴിവുകളൊന്നുമില്ലേ എന്നൊക്കെ പറയുന്നതോ ആണോ എളിമ? അല്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ ദൈവഹിതം നിറവേറ്റി അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതാണ് എളിമ. എപ്പോഴും എവിടെയും ദൈവഹിതം അന്വേഷിക്കുന്നതും അത് നിവൃത്തിയാക്കുന്നതുമാണിത്. ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് ദേവാലയത്തിൽ ചെന്ന് അവിടെ പ്രാവ് വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ഒക്കെ പുറത്താക്കുന്നുണ്ട്. അതുപോലെ രാജാവിനെ കുറിച്ച് പറഞ്ഞ് തൻ്റെ അടുത്ത് വരുന്നവരോട്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവേൻ, ഞാൻ ഇന്നും നാളെ മറ്റന്നാളും ഇവിടെ തന്നെ കാണുമെന്നും, സീറോ ഫിനിഷ്യ സ്ത്രീയോട് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ശരിയല്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. മാനുഷികമായ ദൃഷ്ടിയിൽ ഇതൊക്കെ ധാർഷ്ട്യമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവഹിതം നിറവേറ്റുന്നതാണ് യഥാർത്ഥ എളിമയെന്ന് ഈശോ ഇവിടെ നമ്മളെ കാണിച്ചു തരികയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും യഥാർത്ഥ എളിമയുടെ മാതൃക നമ്മൾ കാണുന്നുണ്ട്. ദൈവിക ദൗത്യവുമായി തൻ്റെ അടുത്ത് വരുന്ന മാലാഖയോടുള്ള മറിയത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവം എൻ്റെ ജീവിതമേശയിൽ വിളമ്പുന്നതെല്ലാം പരാതി കൂടാതെ സ്വീകരിക്കാനാവണം. എളിമയെ ദാരിദ്ര്യത്തിന് പ്രിയപ്പെട്ട സഹോദരി എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് വിളിക്കുന്നത്. എളിമ എന്ന സ്വഭാവാതീതമായ സുഹൃതം ദൈവം തന്നെയാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്. നമ്മൾക്ക് അതിനോട് സഹകരിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യാത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യാത്മാവെ നിർവഹിക്കുന്നത് പരിശുദ്ധ ത്രിത്വം തന്നെയാണ്.